ഹലോ ഫൈസൽ ഹൗസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഗ്രേപ്പ് വൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. 10 ദിവസം മതി നമുക്ക് നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കിയെടുക്കാം. യൂഷ്വലി തയ്യാറാക്കുന്ന പ്രൊസീജിയർ അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ 400 ml വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ പീസ് കറുവപ്പട്ട, ഗ്രാമ്പു ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിവിടെ ശരിക്കും 600 ഗ്രാം മുന്തിരിയാണ് എടുക്കുന്നത്, കറുത്ത മുന്തിരിങ്ങ. അതുകൊണ്ടാണ് 400 ml വെള്ളം എടുക്കുന്നത്. അപ്പോൾ റേഷ്യോ ഈ ഒരു കണക്കിന് എടുക്കണേ. അപ്പോൾ അതാ വെള്ളം നന്നായി ഒന്ന് ബോയിലായി കഴിയുമ്പം ഞാൻ മുന്തിരിങ്ങ ഇതിലിട്ട് കൊടുത്തു. ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. കണ്ടോ, തിളയ്ക്കും തോറും കളറ് നല്ല രീതിയിൽ മുന്തിരിങ്ങയുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 250 ഗ്രാം പഞ്ചസാര ചേർക്കുന്നത്. കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണമെങ്കിൽ കുറയ്ക്കാം. ഇനി ഇതൂടെ ഒന്ന് നന്നായി അലിഞ്ഞ് നന്നായി തിളച്ച് വരണം. കണ്ടോ, തിളച്ച് വന്നു. ഇനി നമുക്കിത് തിളച്ച് വന്ന ശേഷം ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് നന്നായി ഒന്ന് ആറിക്കിട്ടണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം, നമുക്ക് ഇത് കേടാവില്ല എളുപ്പം. രണ്ടാമത് കളറ് നന്നായി ഇളകി വരും. ഇപ്പോൾ ഇത് നന്നായി ആറിക്കഴിഞ്ഞതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബാർലിയാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഗോതമ്പ് മണി ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് നല്ല ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഫെർമെൻറ്റേഷൻ ജാറാണ്, അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു. ഞാൻ ഇനി ഇത് അടച്ചു വെക്കുക. ഭരണി ആണെങ്കിൽ തുണിയൊക്കെ കെട്ടി അടച്ചു വെക്കുക. എന്നിട്ട് ഇതൊട്ടും വെട്ടം കിടക്കാത്ത സ്ഥലത്ത് അടച്ചു വെക്കുക. ഞാൻ ഈ 10 ദിവസത്തിനിടയ്ക്ക് 3-ാം ദിവസവും 7-ാം ദിവസവും ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നേ. അപ്പം അത് വുഡൻ സ്പാച്ചുള അല്ലെങ്കിൽ ഇതുപോലെ ഒരു വുഡൻ തവി വെച്ച് മാത്രം ഇളക്കണേ. അതും നല്ല നീറ്റായിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 5-6 വട്ടം ഇങ്ങനെ കറക്കി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 3-ഉം 7-നുമാണ് ഇത് മിക്സ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ദിവസമാണോ സൗകര്യം അതുപോലെ 2 ദിവസം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ 2 ദിവസം മാത്രം മിക്സ് ചെയ്യാൻ തുറന്നാൽ മതി. പിന്നെ വീണ്ടും അടച്ച് ഇട്ടത്ത് തന്നെ വെക്കുക. 10-ാം ദിവസമാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 10-ാം ദിവസം ആയി. ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു തുണിയിലേക്ക് അരിപ്പ വെച്ച് തുണി വെച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരുപാട് അമർത്തി പിഴിയരുത്, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക, അത്രേ വേണ്ടൂ. നമ്മളിത് അമർത്തി പിഴിഞ്ഞെടുക്കരുത്, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് എടുക്കുക. ഇപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്തപ്പം എനിക്ക് ഏകദേശം 600 ml അടുത്ത് തന്നെ വൈൻ കിട്ടി കേട്ടോ. അപ്പോൾ അതാ ഞാനിത് ഒന്ന് പിഴിഞ്ഞെടുക്കുക. 600 ml എനിക്ക് ഗ്രേപ്പ് വൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒഴിച്ച് കാണിച്ചു തരാം. നമ്മുടെ അടിപൊളി നല്ല വീര്യമുള്ള എന്നാൽ നല്ല കുടിക്കാൻ രസമുള്ള ഗ്രേപ്പ് വൈൻ. കളറ് കണ്ടോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഇത്തവണ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക. 10 ദിവസം മതി നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനിയും നമുക്ക് സമയമുണ്ട്. ട്രൈ ചെയ്തിട്ട് എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.